ന്യായപ്രമാണം എന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഗീത സംഗീത ലേഖകോ ଏହି ପ୍ରକାର କହୁଛନ୍ତି ମୁଁ ପାପ ନ କରିବା ନିମନ୍ତେ ତୁମର ବାକ୍ୟ ମୁଁ ମୋର ହୃଦୟରେ ସଂଗ୍ରହ କରି ରଖିଛନ୍ତି. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും ജനിച്ചതിന്റെ ഒന്നാമത്തെ സൈൻ അവൻ പാപം ചെയ്യുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. ନୂଆ ଜନ୍ମ ପାଇଥିବା ବ୍ୟକ୍ତି ପବିତ୍ର ବ୍ୟକ୍ତି ପାପ କରିବ ନାହିଁ. അനേക കുടുംബ ജീവിതങ്ങൾ തകർന്നു പോയിരിക്കുന്നു. ഹല്ലേലൂയ. କେତେକ ଲୋକମାନଙ୍କ ପାରିବାରିକ ଜୀବନ ଟୁଟି ଯାଇଛନ୍ତି. അനേക ക്രൈസ്തവ കുടുംബ ജീവിതങ്ങൾ ഇന്നും ഡിവോഴ്സ് കേസുകളിൽ കെട്ടിക്കിടക്കുന്ന വക്കീൽ എന്നോട് പറഞ്ഞു. അനേക ക്രിസ്തീയ പരിവാർ ഡിവോഴ്സിന്റെ ചടപത്രକୁ ଯାଇଛନ୍ତି. അനേക പാസ്റ്റേഴ്സിന്റെയും പ്രീസ്റ്റിന്റെയും കുടുംബം തകർന്നുകൊണ്ട് ഒരു മാർത്തോമ അച്ഛൻ പറഞ്ഞപ്പോൾ ഓർക്കുന്നു, ബ്രദറെ, അനേക മാർത്തോമ അച്ഛന്മാരുടെ കുടുംബ ജീവിത കേസുകൾ കെട്ടിക്കെടുക്കുക. അനേക പ്രഭുଙ୍କର ଦାସମାନଙ୍କର ସେବକମାନଙ୍କର ପରିବାର ମଧ୍ୟ ଟୁଟି ଯାଇଥିବା ଅବସ୍ଥାରେ ଅଟନ୍ତି. ଜଣେ ପ୍ରଭୁଙ୍କର ଦାସ କହିଲେ ଅନେକ ମାନେ ପାଷ୍ଟରମାନଙ୍କର କେସ୍ ଏମିତି ମାନେ ଜମା ହେଇକି ପଡିଛନ୍ତି ବୋଲି. വചനം അറിയാത്തതുകൊണ്ടല്ല, ବାକ୍ୟ ନ ଜାଣିକିରି ନାହିଁ, വചനം ഹൃദയത്തിലില്ല. ବାକ୍ୟ ହୃଦୟରେ ନାହିଁ. വിത്ത് ഉള്ളിലുള്ള പാപം ചെയ്യില്ലെന്നേ. ଆମେ ଯୋଉମାନଙ୍କ ଭିତରେ ଈଶ୍ୱରଙ୍କର ବୀଜ ଅଛି ସେ ପାପ କରିବ ନାହିଁ. ഹല്ലേലൂയ. ହାଲେଲୁୟା. എത്ര വലിയ പാപത്തിന്റെ വഴിയിലൂടെ കടന്നു പോയാലും നിനക്കത് ചെയ്യാൻ സാധ്യമല്ല. କେତେ ପାପୀମାନଙ୍କର ରାସ୍ତାରେ ଚାଲିଲେ ବି ତୁମେ ପାପ କରିବ ନାହିଁ. കടലിൽ നിന്ന് പിടിക്കുന്ന മീനുണ്ടല്ലോ, ଆମେ ସମୁଦ୍ର ମଧ୍ୟରୁ ଧରିବା ମାଛ ଗୁଡ଼ିକ ଅଛି ନା, ഇന്ന് പാസ്റ്റർ വീട്ടിൽ നിന്ന് കഴിച്ചു. ପାଷ୍ଟରଙ୍କର ଘରରୁ ଭଲ ଗୋଟେ ମାଛ ତରକାରୀ ମୁଁ ଖାଇଲି ବୋଲି. ഞാൻ മോളോട് ചോദിച്ചു, മോൾ പ്രിപ്പയർ ചെയ്താണോ? അല്ല, മമ്മി പ്രിപ്പയർ ചെയ്താണെന്ന് പറഞ്ഞു. ମୋ ଝିଅକୁ ପଚାରିଲି ଏଇଟା ତୁମେ ବନେଇଛ କି ବୋଲି ପଚାରିଲି. എനിക്ക് തോന്നുന്നത് നല്ല കടൽ ഫിഷ് ആണെന്ന് എനിക്ക് കഴിച്ചപ്പോ തോന്നുന്നേ. ଆମେ ମୁଁ ଜାଣିପାରୁଛି ସେ ଗୋଟେ ସମୁଦ୍ର ମାଛ ଥିଲି ମୁଁ ଖାଇଲି. ഞാൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉള്ള കറിയാണല്ലോ എന്ന് പറഞ്ഞു. ମୁଁ କହିଲି ଭଲ ଟେଷ୍ଟ ଥିବ ତରକାରୀ. ഞാനൊരു ആത്മീയ മർമ്മത്തിലേക്ക് കിടക്കുകയാണ്. ଗୋଟେ ଆତ୍ମିକ ମାର୍ମିକ ବିଷୟ କହିବା ପାଇଁ കടലിലെ മീനുണ്ടല്ലോ, ସମୁଦ୍ରରେ ମାଛ ଅଛି, കിടക്കുന്ന വെള്ളം ഉപ്പുവെള്ളത്തിലാണ്. ଆମେ ସେ ଲୁଣ ପାଣିରେ ପଡିଅଛି. പക്ഷെ മീൻ പിടിച്ച് വെക്കുമ്പോ സിസ്റ്റർ വീണ്ടും എന്തിട്ടു? ଲୁଣ ପକେଇଲେ. Praise the Lord. ସେ ମାଛ ଆଣି ଘରେ ଯେତେବେଳେ ରୋଷେଇ କରେ ସେତେବେଳେ ମଧ୍ୟ ଲୁଣ ପକେଇଥାଏ. ഇത്രകാലം മീൻ വെള്ളത്തിൽ ഉപ്പുവെള്ളത്തിൽ കിടന്നിട്ടും അല്പം പോലും ഉപ്പ് അതിന് ഉള്ളിൽ കയറിയില്ല. ଏତେ କାଳ ସେ ସମୁଦ୍ରରେ ଲୁଣ ପାଣିରେ ପଡିଥିବା ମାଛ ଭିତରେ ଲୁଣ ପାଣିରେ ଲୁଣ ପଶିଲେ ନାହିଁ. ദൈവം അതിൽ എത്ര കാലഘട്ടം ഭൂമിയിലാണെങ്കിലും അവന്റെ മേൽ പാപം വരുവാൻ ഇടവരരുത്. ଯଦି ପ୍ରଭୁଙ୍କର ସନ୍ତାନ କେତେ କାଳ ଏ ଜଗତରେ ଥିଲେ ମଧ୍ୟ, ଯଦି ସେ ଜଗତରେ ଥିଲେ ମଧ୍ୟ ପାପ କରିବ ନାହିଁ. ദൈവമക്കളുടെ ക്രൈറ്റീരിയ ഒന്ന് പാപം ചെയ്യുന്നില്ല. ପ୍ରଭୁଙ୍କର ସନ୍ତାନଙ୍କର ମୁଖ୍ୟ ଲକ୍ଷଣ କଣ? ସେ ପାପ କରିବ ନାହିଁ. Praise the Lord. Hallelujah. എന്ത് പിയർ പ്രശ്നമാണെങ്കിലും ശരി, എന്ത് പറയും, പിള്ളേർ അത് ഭയങ്കര പ്രശ്നമാണ് ചെയ്തു പോണേ. എല്ലാവരും മദ്യപിക്കും, പിള്ളേർ കൂടുതൽ ഇരുന്നപ്പോൾ ഞാനൊരു അല്പം സോഷ്യൽ ഡ്രിങ്ക് അത് വലിയ കുഴപ്പമില്ലല്ലോ. କେତେକ ପିଲାମାନେ କହୁଛନ୍ତି ସମସ୍ତ ପିଲାମାନେ ଟେନସନରେ ଥିଲୁ, ସେମାନେ କିଛି ନେଇଥିଲେ, ସେତେବେଳେ ମୁଁ ମଧ୍ୟ ଅଳ୍ପ ଟିକେ ନେଇଛି, ସେଟାକୁ କଣ ବେଶୀ ପ୍ରୋବ୍ଲେମ? ദൈവത്തിന്റെ ഉള്ളിൽ വിത്ത് ഉണ്ടെങ്കിൽ നീ പാപം ചെയ്യില്ല. ପ୍ରଭୁଙ୍କର ସନ୍ତାନମାନେ ତୁମ ଭିତରେ ଯଦି ଈଶ୍ୱରଙ୍କର ବୀଜ ଅଛି ତେବେ ତୁମେ ପାପ କରିବ ନାହିଁ. പാപത്തിന് ശമ്പളം മരണമത്രേ. କାରଣ ପାପର ବେଦନା ମୃତ୍ୟୁ ଅଟେ. നിത്യജീവൻ അകന്നു പോകണമെങ്കിൽ ഒരു വലിയ പാപം ചെയ്യണമെന്നില്ല കേട്ടോ. ହାଲେଲୁୟା. ତୁମର ଅନନ୍ତ ଜୀବନ ନଷ୍ଟ ହେବା ପାଇଁ ହାଲେଲୁୟା ବହୁତ ବଡ଼ କିଛି ପାପ କରିବା ଆବଶ୍ୟକତା ନାହିଁ. ഒന്ന്, വീണ്ടും ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. ଜଣେ ଯେଉଁମାନେ ନୂଆ ଜନ୍ମ ପାଇଛନ୍ତି ସେମାନେ ପାପ କରିବ. സമയപരിമിതി. രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കാം. ଦ୍ୱିତୀୟ ବିଷୟ ମାନେ ଦେଖିବା. അതിന് 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ସେଟା 4:7 ପଦ. Chapter 4 verse 7. 4:7. നമ്മൾ ഫസ്റ്റ് ജോൺ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹേ പ്രിയമാനെ പാഠകം. കറക്റ്റ്. ഹേ പ്രിയമാനെ, ଆମେମାନେ ପରସ୍ପରକୁ ପ୍ରେମ କରୁ, କାରଣ ପ୍ରେମ ଈଶ୍ୱରଙ୍କ ଠାରୁ ଜାତ, ଆଉ ଯେ କି ପ୍ରେମ କରେ ସେ ଈଶ୍ୱରଙ୍କ ଠାରୁ ଜାତ. ആമേൻ. സ്നേഹിക്കുന്നവൻ ദൈവത്തെ ജനിച്ചിരിക്കുന്നു. ମାନେ ଯୋଉମାନେ ପ୍ରେମ କରେ ସେ ପ୍ରଭୁଙ୍କ ଠାରେ ଜାତ. വീണ്ടും ജനിച്ചവന്റെ രണ്ടാമത്തെ അടയാളം, രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് അവൻ എന്താണ് പറഞ്ഞത്? അവിടെ സ്നേഹിക്കുന്നു. ആമേൻ. ନୂଆ ଜନ୍ମ ପାଇଥିବା ଜଣ ଦ୍ୱିତୀୟ ଚିହ୍ନ ଅଟେ ସେ ପ୍ରେମ କରିବା ବ୍ୟକ୍ତି ହେବ. ഞാനൊരു വീഡിയോ കണ്ടു. ମୁଁ ଗୋଟେ ଭିଡିଓ ଦେଖିଲି. പ്രിയപ്പെട്ട രാജീവ് മാസ്റ്റർ ഓരോ കവറിൽ ചെന്ന് ഓരോ ഷോപ്പിന്റെ കൂടെ കിടന്നുറങ്ങുന്നവരെ അത് അവര് പോലും അറിയാതെ ഒരു പുതപ്പ് അവര് വരുന്നത് ഞാൻ കണ്ടു. ମୁଁ ତଳେ ଦିନ ଗୋଟେ ଭିଡିଓ ରାଜେଶ ପାଷ୍ଟର ପଠେଇବାଟା ମୁଁ ଦେଖିଲି. ଦୋକାନରେ ପିଣ୍ଡାରେ ସବୁ ଶୋଇଥିବା ଲୋକମାନଙ୍କ ପାଖରେ ଯାଇ ସେମାନଙ୍କ ଉପରେ କମଳ ପକେଇକି ଦେବା ଗୋଟେ ଭିଡିଓ. ആ വ്യക്തിയെ കുറിച്ച് പാസ്റ്റർക്ക് ഒരറിവും ഉണ്ടാവണമെന്നില്ല. ସେ ବ୍ୟକ୍ତିଙ୍କର
ବିଷୟରେ ଆମେ କିଛି ବି ଜାଣି ନଥାଉ ആരാണെന്ന് പോലും അറിയില്ല ସେ କିଏ ବୋଲି ବି ଜାଣି ନଥାଉ പക്ഷെ അവനെ സ്നേഹിക്കാൻ ലഭിച്ച മനസ്സ് ഇതേപോലെ ക്രിസ്തു ഉള്ളതുകൊണ്ട് ଆମେ ତାଙ୍କୁ ପ୍ରେମ କରିବା ପାଇଁ ଗୋଟେ ମନ ଆମ ଭିତରେ ଆସିଲା ସେଟା ପ୍ରଭୁ ଯୀଶୁ ଖ୍ରୀଷ୍ଟଙ୍କର ସ୍ୱଭାବ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ହାଲେଲୁୟା 4 വർഷം മുമ്പ് 4 ବର୍ଷ ତଳେ ഞാൻ ഒരു ട്രൈബൽ ഏരിയയിൽ വേല ചെയ്യാൻ പോയി ମୁଁ ଗୋଟେ ଟ୍ରାଇବାଲ ଜାଗାରେ ସେବା କରିବା ପାଇଁ അപ്പൊ ଯାଇଥିଲି അവിടുത്തെ സഹോദരൻ പറഞ്ഞു എന്നോട് ഇവിടെ വളരെ പട്ടിണിയാണ് സാറേ വളരെ ബുദ്ധിമുട്ടാണ് ഇവർ ജീവിക്കുന്നത് ସେଠୁ ଜଣେ ଭାଇ ମତେ ଏହି ପ୍ରକାର କହିଲେ ଏଠି ଆମମାନେ ସବୁ ବହୁତ ଦୁଃଖରେ ଚାଲୁଛନ୍ତି ବହୁତ କିଛି ଅଭାବରେ ଆମମାନେ ଯାଉ ഇവര് ട്രൈബൽ ഫിഷർമെൻ മുക്കുവ ട്രൈബൽ പെട്ടവരാണെന്ന് പറഞ്ഞു ସେମାନେ ନଳିଆ ମାନେ ଲୋକମାନେ ഇവർക്ക് മീൻ കിട്ടിയില്ല ഇവര് കുഞ്ഞുങ്ങളെല്ലാം ഒരുപാട് കുഞ്ഞുങ്ങളുടെ വീട്ടിലുണ്ട് എല്ലാം പട്ടിണിയാണെന്ന് പറഞ്ഞു ଆମେ ସେମାନଙ୍କୁ ଯଦି ଠିକ ଠାକରେ ମାଛ ଧରି ପାରୁନଥିବ ମିଳି ନଥିବ ସେମାନଙ୍କର ପରିବାର ଭୋକରେ ପଡିଥାଏ അക്കാര്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യും പ്രാർത്ഥിക്കുകയും ചെയ്തെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ എന്തെങ്കിലും വരട്ടെ എന്ന് ചോദിച്ചു ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു അവർക്ക് ଯାହା କିଛି ହେଇଯାଉ ସେମାନଙ୍କୁ ଖାଦ୍ୟ ଦେବା ପାଇଁ ମୁଁ କହୁଛି ഇന്ന് വരെ വർഷങ്ങളായി എനിക്കൊണ്ട് 5-6 വർഷമായി അത് ആ ഭക്ഷണം കണ്ട് എല്ലാ ദിവസവും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക ଆମେ ଏବେ ସେ ଦିନଠାରୁ 5-6 ବର୍ଷ ହେଲା ପ୍ରତିଦିନ ସେମାନେ ଖାଦ୍ୟ ହାଲେଲୁୟା ഡ്രോപ്പ് ഓഫ് ലവ് സ്കീമാക്കി അതിന്റെ പേരൊക്കെ ഒരു ഇത് വെച്ച് ഇന്ന് അത് 45ഓളം കുഞ്ഞുങ്ങൾക്ക് ലെപ്രസി പേഷ്യൻസിനും ഡെയിലി ഫുഡ് കൊടുക്കും आमेन सेठी हालेलुया से दिनठारू से काम करि आसिଛନ୍ତି हालेलुया 45 ପିଲାମାନଙ୍କୁ हालेलुया ଖାଦ୍ୟ ଦେବା ପାଇଁ ମଧ୍ୟ ସେ हालेलुया ଅନୁଷ୍ଠାନ ବଢି ଆସିଲେ കർത്താവിന്റെ കൃപയിൽ തുടങ്ങിയ വേലയൊന്നും കണ്ടുകൊണ്ടല്ല തുടങ്ങിയത് हालेलुया ଯୋଉମାନେ ପ୍ରଭୁଙ୍କର ସେବାରେ ମାନେ ବାହାରିଛନ୍ତି ସେମାନେ ବହୁତ କିଛି ଦେଖିକି ବାହାରିନା എച്ച്ഐവി പേഷ്യൻസിന് പെൻഷൻ സ്കീം തുടങ്ങിയപ്പോഴും ഒന്നും കണ്ടുകൊണ്ടല്ല आमेन ये AIDS ଲୋକମାନଙ୍କ ମଧ୍ୟରେ ଯୋଉ ସେବା କାର୍ଯ୍ୟ କରୁଥିଲେ ତାହା ମଧ୍ୟ କିଛି ଦେଖିକି ମୁଁ ଆରମ୍ଭ କରିବି അങ്ങനെ 3-4 സ്കീം പിന്നെ വീട് പണിത് 16ാമത്തെ 15ാമത്തെ വീട് പണിത് കഴിഞ്ഞപ്പോൾ ମାନେ 16-17 ଘର ମଧ୍ୟ ବନେଇକି ଦେବା ପାଇଁ ପ୍ରଭୁ ସାହାଯ୍ୟ କଲେ കൊച്ചു കൊച്ചു കുടിലുകളിൽ വീട് അത് മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം ഉള്ളിൽ വെയിൽ വന്നാൽ ആ മണല് ചൂടാണ് കിടക്കാൻ പറ്റും ഇങ്ങനെ ആയിരിക്കുന്ന വീടുകൾ 100 കണക്കിന് വീടുകൾ കണ്ടപ്പോൾ ഒരു മനസ്സലിവുണ്ടായി ମାନେ ବହୁତ ଛୋଟ ଛୋଟ ଜାଳ ଘର ଗୁଡ଼ିକ ଦେଖିଲି ଗୋଟେ ବର୍ଷା ଆସିଲେ ଘୁଷୁରି ପଡିବା ଅବସ୍ଥାରେ ଅଛି ସେଟା ଦେଖିଲା ବେଳେ ମତେ ଦୟା ଲାଗିଲା ସେମାନଙ୍କ ପାଇଁ କିଛି ଘର ବନେଇବା ପାଇଁ ପ୍ରଭୁ ମତେ ସାହାଯ୍ୟ କଲେ ହାଲେଲୁୟା ହାଲେଲୁୟା ഇതൊന്നും പണം കണ്ടുകൊണ്ടല്ല ଏଟା କିଛି ପଇସା ହାତରେ ଥାଇକି ମୁଁ വിശ്വാസത്തിൽ കാൽച്ചുവട് വെച്ചപ്പോ ദൈവം തന്നതാ ଆମେ ବିଶ୍ୱାସରେ ପାଦ ପକେଇବା ଦ୍ୱାରା ପରମେଶ୍ୱର ଦେଉଥିବା ବିଷୟ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു ମୁଁ ଗୋଟେ ଫରେଷ୍ଟ ଡିପାର୍ଟମେଣ୍ଟରେ କାର୍ଯ୍ୟ କରିଥିବା ଜଣେ ବ୍ୟକ୍ତି ଥିଲେ 2012 ഡിസൈൻ ചെയ്യുമ്പോൾ ഈ വളരെ റിട്ടയർമെന്റ് കൊടുക്കുമ്പോൾ ഒന്നും ചിന്തിച്ചുകൊണ്ടല്ല ହାଲେଲୁୟା 2012 ମସିହାରେ ମୁଁ ରିଟାୟରମେଣ୍ଟ ନେଲା ବେଳେ କିଛି ବି ମୁଁ ଚିନ୍ତା କରୁନଥିଲା മറ്റൊന്നും ചിന്തിച്ചുകൊണ്ടല്ല ଆଉ କିଛି ଭାବିକିରି ନଥିଲା മലയാളത്തിലൊരു പാട്ടുണ്ട് മലയാളമରେ ଗୋଟେ ଗୀତ ଅଛି ആഴമെന്നറിഞ്ഞില്ല ആഴിയെന്നറിഞ്ഞില്ല ആഴമാരാഞ്ഞില്ല ଆମେନ୍ ଯୋଉଟା ମାନେ ଯେତେ ଗଭୀରତା ଅଛି କେତେ ଦୂର ମାନେ ଯିବାକୁ ପଡିବ ଏ କିଛି ମାନେ ଭାବି ନଥିଲା ആ പാട്ടിന്റെ അർത്ഥം ഒന്ന് വൈഫ് പാടും 4 വരി മാത്രം ആമേൻ എന്നോർത്തില്ല ആഴമാരാഞ്ഞില്ല അലകൾക്കും ഞാൻ ചെല്ലും ഭയപ്പെടില്ല എന്നോർത്തില്ല ആഴമാരാഞ്ഞില്ല അലകൾക്കും ഞാൻ ചെല്ലും ഭയപ്പെടില്ല ഇറങ്ങി ഞാൻ